കൊല്ലം ഫെസ്റ്റിന്റെ ഓഡിറ്റിംഗിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. എന്തുവാ, നിങ്ങളൊരു കുതിരയെ കൊണ്ടുവന്നു. എങ്ങനെ നിങ്ങൾ കുതിരയെ കൊണ്ടുവന്നത്? ഒരു ബൈക്കിന്റെ പുറകിൽ കുതിരയെ കൊണ്ടുവന്നത് ഓഡിറ്റ് റിപ്പോർട്ടുള്ള നാടായത്. സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. വിശപ്പ് രഹിത നഗരമായി 10 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ഗുഡ് മോർണിംഗ് കൊല്ലം പദ്ധതി മുതൽ ഹൈടെക് ആക്കിയ അംഗനവാടികൾ മുതൽ ഈ കൈകൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻപവർ ബ്ലോക്ക് ആക്കി. നമ്മുടെ കോർപ്പറേഷൻ തന്നെ സ്വന്തമായ IT പാർക്ക് തുടങ്ങുകയും സ്കിൽടെക് ദീപങ്ങൾ പോലെയുള്ള പദ്ധതികൾ ചെറുപ്പത്തിന് നൽകുകയും തൊഴിൽ മേള സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ ചെറുപ്പത്തിന് കൊടുക്കുകയും. ശരി, പ്രദീപ് കുമാർ, വികസനമാണ്. മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. മതി. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ടെൻഡർ ഇല്ലാതെ ഇപ്പോൾ ഒരു പദ്ധതി മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ആക്ഷേപങ്ങൾ നഗരസഭയ്ക്കെതിരെ ഉണ്ടോ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. അങ്ങനെ യാതൊരു ആക്ഷേപവും കൊല്ലം നഗരസഭയെ സംബന്ധിച്ചില്ല. സംസാരിക്കുന്ന രേഖ നിങ്ങൾ അത് വായിച്ചു നോക്കൂ. ഞാൻ അതിന് മറുപടി പറയാം. വായിച്ചു നോക്കൂ. ഞാൻ ഉന്നയിക്കുന്നത് വസ്തുതാപരമായ രേഖ വെച്ചിട്ടുള്ള കാര്യമാണ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഇദ്ദേഹം BJPയുടെ പ്രവർത്തകനായി കുറച്ചധികം നാളായി ഇവിടെയുണ്ട്. ഒരു വിജിലൻസ് കേസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു വിജിലൻസ് കേസ് കൊടുത്തിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലായിരുന്നു. പറയരുത്. നിങ്ങൾ ഇതിന് മറുപടി വരട്ടെ, നമ്മൾ തർക്കത്തിലേക്ക് പോകണ്ട. ഒരു വിജിലൻസ് കേസ് കൊടുക്കാൻ എന്തായിരുന്നു തടസ്സം? പിണറായി വിജയന്റെ വിജിലൻസിനെയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി പറയുകയാണ്, നിങ്ങൾക്കത് നിയമപരമായി നേരിടാം. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഞങ്ങൾ കുഞ്ഞു മുസ്ലിയാര് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പാർക്ക് പണിയിട്ടുണ്ട്. അതിനകത്ത് അങ്ങാണ് പോയി ഇരുന്നാൽ ദൈവമേ വല്ലാത്ത അവസ്ഥയാണ്. ഇനി വേറെ സാധനമുണ്ട്, സ്ത്രീ സൗഹാർദ്ദ പാർക്ക്. ഏതെങ്കിലും സ്ത്രീകൾ കൊല്ലത്തെന്ന് പറഞ്ഞ എന്നാൽ പിന്നെ സ്ത്രീ സൗഹാർദ്ദ പാർക്ക് എന്ന് പറഞ്ഞ് സന്ദർശിക്കാൻ പോയി കഴിഞ്ഞാണല്ലോ, അവിടുന്ന് മാനാഭിമാനത്തോടെ രക്ഷോട്ട് വരാൻ പറ്റത്തില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചേരി പോയി മണം വിൽക്കാൻ പോകും. എങ്ങനെ ദൂർത്തടിക്കണം അതിലുള്ള പാർക്ക്. ഇനി കൊല്ലത്ത് വേറെ പ്രത്യേകത ഉണ്ട് ഞങ്ങൾക്ക്, അതറിയാമോ? കൊല്ലത്ത് മാത്രമാണ് ഒരു സവിശേഷമായ പ്രത്യേകത ഉള്ളത്. ഒരു പാലം വന്ന് ഇങ്ങനെ നിൽക്കുക, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഞാൻ പോയിക്കോട്ടെ. ഇവിടെ ഓലേക്കടവിൽ ഒരു എങ്ങോട്ട് പോകണം? ഇവിടെ ആണെങ്കിൽ നമുക്ക് ഈ കൊച്ചുകളെ വിളിച്ചെത്തിയിട്ട് ഇവിടെ ചിത്രകലോത്സവം നടത്താം. അല്ല, മറ്റേ വഴി കാണിച്ചു കൊടുത്ത പണ്ട് നമ്മൾ എഴുതുന്നത് ബാലരമയിലൊക്കെ. പാലത്തിന് വഴി കാണിക്കുക, പരിപാടി നടത്താൻ പറ്റിയ സ്ഥലമാണ് കൊല്ലം. ഈ നാട് ഇവർ കട്ടുപിടിച്ച്, ഈ നാട് മുഴുവൻ നശിപ്പിച്ച്, റോഡില്ല, മാലിന്യ പ്രശ്നം, അഷ്ടമുടിക്കായൽ. ഈ ഫയൽ നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. കോർപ്പറേഷന് തന്നെ സ്വന്തമായി മറുപടി പറഞ്ഞു. അത് മനസ്സിലാക്കണം. എവിടെയാണ് നമ്മൾ തർക്കത്തിലേക്ക് IT പാർക്ക്? എവിടെയാണ്? അതല്ല ഉദ്ദേശം. ഞാൻ പുള്ളിക്കടയിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ പുള്ളിക്കടയിൽ താമസിക്കുന്ന നിവാസിയാണ്. എനിക്ക് അവിടെ ഒരു വികസനവും കണ്ടിട്ടില്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.